എൻ്റെ പേര് ലിസി സണ്ണി. ഞാൻ കോട്ടയം ജില്ലയിലെ പാലായ്ക്കടുത്തുള്ള നെല്ലിയാനി എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കുന്നത് 2023 ജൂൺ 15-നാണ്. അന്ന് എനിക്ക് പാൻക്രിയാസിന് അനുഭവപ്പെട്ട ഒരു വലിയ സിസ്റ്റ് ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞത് മൂലമാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനും എനിക്ക് അതുപോലെ രോഗസൗഖ്യം കിട്ടി. അത് സാക്ഷ്യം പറഞ്ഞതാണ്. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. 2024 ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന വീട് സ്ഥലവും വിൽക്കേണ്ടി വന്നു. തുടർന്ന് 1 വർഷത്തോളം ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിച്ചത്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ പല പ്രാവശ്യം വന്ന് ഉടമ്പടി പുതുക്കി. അന്നൊന്നും എനിക്ക് അച്ഛനെ വാടക ചീട്ട് കാണിക്കണമെന്നൊന്നും തോന്നിയില്ല. അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ പല ശ്രമങ്ങളും നടത്തി വീട് സ്ഥലവും മേടിക്കാൻ അവസാനം എനിക്ക് മനസ്സിലായി ഇതൊന്നും ഞങ്ങൾക്ക് പറ്റുന്ന കാര്യമല്ല, ഇത് മാതാവിന് മാത്രമേ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കി ഞാൻ 2025 ജൂലൈ മാസത്തിൽ ഇവിടെ വന്നു. ജൂലൈ 13-ന് വാടക ചീട്ട് കൊണ്ടുവന്നു. അച്ഛനെ കണ്ടു, ബ്ലെസ്സിങ് മേടിച്ചു. അപ്പോൾ അച്ഛൻ എനിക്ക് മാതാവിൻ്റെ ഒരു കാശുരൂപം വെഞ്ചരിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു, അഡ്വാൻസ് കൊടുക്കുന്ന മണ്ണിൽ ഇത് സ്ഥാപിക്കണം. അതനുസരിച്ച് ജൂലൈ 13-നാണ് ഇവിടെ വന്നത്. ജൂലൈ 30-നകം ഏറ്റവും അനുയോജ്യമായ ഒരു വീടും സ്ഥലവും, ഏകദേശം 65 ലക്ഷം രൂപ വില വരുന്ന വീട് സ്ഥലവും കണ്ടെത്താൻ പറ്റി. ആദ്യം എൻ്റെ മകളും ഹസ്ബൻഡും കൂടെ പള്ളിയിൽ പോയപ്പോഴാണ് ഒരു ബ്രോക്കർ പറഞ്ഞൊരു വീടുണ്ട് എന്ന് പറഞ്ഞ് അവർ ചെന്ന് കണ്ടു. വളരെ നല്ല ഒരു സ്ഥലം, അതും അൽഫോൻസാമ ഭരണങ്ങാനത്തിനടുത്ത് അൽഫോൻസാമ തീർത്ഥാടന കേന്ദ്രത്തിനടുത്താണ്. അതും വളരെ സന്തോഷകരമായ ഒരു ഇതായിരുന്നു. അതിനുശേഷം ഞാൻ പിന്നീടാണ് വീട് കാണാൻ പോയത്. അപ്പോൾ എൻ്റെ കയ്യിൽ എപ്പോഴും പോകുമ്പോൾ ഉപ്പ് കരുതാറുണ്ട്. വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ടു. എന്നിട്ട് പ്രാർത്ഥിച്ചു, മാതാവേ ഞങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നതാണെങ്കിൽ ഇത് തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പം ഓഗസ്റ്റ് 1-ാം തീയതി ഞങ്ങൾ വീട് ചെന്ന് കണ്ടു. അപ്പോൾ നമുക്ക് അഡ്വാൻസ് ഒന്നും കൊടുക്കാനൊന്നും പറ്റിയില്ല. വീട് കണ്ട് ഇഷ്ടപ്പെട്ടു. 2-ാം തീയതി എൻ്റെ ഹസ്ബൻഡിന് ഫ്ലൂ എന്ന അസുഖം പിടിച്ച്, അതായത് പകർച്ചപ്പനിയാണ്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഏകദേശം ഒരാഴ്ചയോളം ഞാനും ഹസ്ബൻഡും മക്കൾ 2 പേരും ഹോസ്പിറ്റലിലായി. ആ സമയത്ത് നമ്മുടെ വീട് സ്ഥലവും കാണിച്ച ബ്രോക്കർ പറഞ്ഞു, പലരും വന്ന് കാണുന്നുണ്ട്, വീട് കൈവിട്ട് പോകും. അപ്പോൾ ഞങ്ങൾ ആ ഉടമസ്ഥനോട് പറഞ്ഞു, ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. എന്തെങ്കിലും ഞങ്ങൾക്ക് അന്നേരം കൊടുക്കാൻ കയ്യിൽ കൂടുതൽ പണമൊന്നുമില്ലായിരുന്നു. അപ്പം ഞാൻ ഉടമസ്ഥനോട് പറഞ്ഞു, തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ലോണൊക്കെ ബാങ്കിൽ നിന്ന് കിട്ടണമില്ല, ഞങ്ങളുടെ അഡ്വാൻസ് പോകും. അപ്പോൾ അവർ പറഞ്ഞു, കുഴപ്പമില്ല, എത്ര ആളും തിരിച്ചു തന്നോളാം. അങ്ങനെ വെറുതെ ഒരു 5000 രൂപ കൊടുത്തു അഡ്വാൻസായിട്ട്. പിറ്റേ ദിവസം അച്ഛൻ പറഞ്ഞതനുസരിച്ച് മാതാവിൻ്റെ കാശ് രൂപ ഇവിടുന്ന് ബ്ലെസ് ചെയ്തെന്ന് കവറിലാക്കി ആ മണ്ണിൽ സ്ഥാപിച്ചു. അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ ഞങ്ങൾ ആ വീട്ടിൽ പോവും. നമുക്ക് അകത്ത് കയറാൻ പറ്റത്തില്ല, നമ്മൾ മേടിച്ചിട്ടില്ലല്ലോ. പോയി വിശ്വാസ പ്രമാണം ചൊല്ലി ഇവിടുന്ന് വെഞ്ചരിച്ച് ഉപ്പ് ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. തുടർന്ന് അതിനുശേഷമാണ് ബാങ്കിൽ നമ്മളൊരു അപേക്ഷ സമർപ്പിച്ചത്. എത്രയും പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നു. അപ്പം ബാങ്കിലേക്കുള്ള പേപ്പറുകളൊക്കെ കൊടുക്കുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി, മാതാവേ എത്രയും പെട്ടെന്ന് ഇതെല്ലാം സാധിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഓഗസ്റ്റ് 8-ന് നമ്മൾ അഡ്വാൻസ് കൊടുത്തു. സെപ്റ്റംബർ 13 ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ആ വീട്ടിൽ പാലുകാച്ചൽ നടത്തി കയറി താമസിക്കാൻ പറ്റി. ഇതെല്ലാം മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് കുറേ നാളുകളായിട്ട് തൊണ്ടയ്ക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേനും കിടക്കാറാകുമ്പോൾ അലർജി ചുമ പോലെ ഇങ്ങനെ വായിൽ നിന്ന് ഇങ്ങനെ തൊണ്ട വരെ ഭയങ്കര ചൊറിച്ചിലും ചുമയൊക്കെ ആയിരിക്കും. ചില ദിവസം എനിക്ക് കിടന്നു കഴിഞ്ഞ് കുറേ സമയം എഴുന്നേറ്റിരുന്ന് ചുമക്കേണ്ടി വരും. അന്നേരം ഒന്നും ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല, അത് സാധാരണയാണല്ലോ എന്ന് ഓർത്തു. ഒരു ദിവസം എനിക്ക് ഒരു തരവും മേലെ കിടക്കാൻ. അപ്പോൾ ഞാൻ ഉടമ്പടി തൈലം എടുത്തു, തൊണ്ടയിൽ പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി ഒരു തുള്ളി നാക്കലും തൊട്ടു. അതിനുശേഷം കാശുരൂ എൻ്റെ തൊണ്ടയിൽ വെച്ച് പ്രാർത്ഥിച്ചു, മാതാവേ അങ്ങ് വന്ന് എന്നെ സുഖപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചു. രാവിലെ എഴുതിയപ്പോൾ പ്രശ്നമൊന്നുമില്ല. പിറ്റേ ദിവസം തൊട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം തന്ന് കൃപാസന മാതാവിനും പരിശുദ്ധ ദൈവ തിരുക്കുമാരനും നന്ദി പറയുന്നു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ ഇവിടുന്ന് കൊണ്ടുവന്ന പത്രം ഞായറാഴ്ച ദിവസം ദിവസങ്ങളിൽ ഇടയ്ക്കൊക്കെ പോകാറുണ്ട് പള്ളിയിൽ. ഞായറാഴ്ച ഒരു ദിവസം പോലും പള്ളിയിൽ പോകാൻ മുടക്കം ഇല്ല. ഞങ്ങളെല്ലാവരും പോവും. എന്ത് അസുഖമാണെങ്കിൽ പോലും നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന കണ്ടീഷനാണെങ്കിൽ പള്ളിയിൽ പോകും, മുടങ്ങുകയില്ല. അപ്പം പള്ളിയിൽ ചെല്ലുമ്പോൾ ഉടമ്പടി കൃപാസനം പത്രമാണ് എന്ന് പറഞ്ഞ് എൻ്റെ
അനുഭവ സാക്ഷ്യങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന രോഗസൗഖ്യത്തിൻ്റെയൊക്കെ കാര്യം പറഞ്ഞ് കൊടുക്കും. പിന്നെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അടുത്തിരിക്കുന്നവരോടൊക്കെ കൃപാസനത്തിൽ പോകാറുണ്ടോ എന്നൊക്കെ ചോദിച്ച് അവർക്ക് കൊടുക്കും. ഒരു ദിവസം ഒരു പത്രം കൊടുത്തപ്പം ആ ചേച്ചി പറഞ്ഞു, നല്ല കാര്യം, എൻ്റെ മകന് ഇങ്ങനെ ഭയങ്കര കുടിയാണ് എന്നൊക്കെ പറഞ്ഞു, സങ്കടം പറഞ്ഞു, മോളെ കണ്ടത് നന്നായി എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ അടുത്തുള്ള വീടുകളിലൊക്കെ നടന്ന് എൻ്റെ നേരത്തെ കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ കൊടുക്കാറുണ്ട്. കൂടാതെ രോഗികളായവരെ അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക. അവർ ചിലപ്പം പണമൊന്നും നമ്മളോട് ചോദിക്കുകയില്ലെങ്കിലും മരുന്ന് മേടിക്കുന്നു പറഞ്ഞ് സഹായം ചെയ്യാറുണ്ട്. ഇതെല്ലാം തന്ന് അനുഗ്രഹിച്ച കൃപാസനം അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ലൂക്ക 1:49-50 തിരുവചനങ്ങൾ. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്, അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. ലിസി സണ്ണി എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയൊരു അനുഗ്രഹത്തെ സന്തോഷത്തോടും നന്ദിയോടും അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഉടമ്പടി വിശ്വസ്തതയുടെ ജീവിതക്രമമാണ്. ദൈവത്തോടും മനുഷ്യനോടും വിശ്വസ്തത പുലർത്തുവാൻ സാധിക്കുമെങ്കിൽ, ദൈവസന്നിധിയിൽ എളിമപ്പെട്ടുകൊണ്ട് ജീവിത വിഷയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ സാധിക്കുമെങ്കിൽ ജീവിതത്തിൻ്റെ ഏതൊരു പ്രശ്നത്തിന്മേലും പരിഹാരമുണ്ട്. അതിൻ്റെ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ ഈ സഹോദരിയും പങ്കുവെക്കുന്നത്. ഇവിടെ അച്ഛനെ വന്ന് കണ്ട് ഒരു കാശുരൂപം കിട്ടി, അതുകൊണ്ട് ഏതാണ്ട് അച്ഛനെ കണ്ടുപോകുന്നതിൻ്റെ 2 ആഴ്ചക്കുള്ളിൽ ഏറെ നാൾ അവരുടെ കഴിവ് കൊണ്ട്, അറിവ് കൊണ്ട്, പരിചയം കൊണ്ട്, സമ്പത്ത് കൊണ്ട് ഇങ്ങനെ സ്ഥലം നോക്കി നടന്നിട്ട് നടക്കാതിരുന്നത് 2 ആഴ്ച കൊണ്ട് അമ്മ മാതാവ് തെളിച്ചു കൊടുക്കുകയും അതിൻ്റെ ബാങ്ക് സംബന്ധമായ ലോൺ സംബന്ധമായ കാര്യങ്ങൾ ക്രമീകരിച്ചു കൊടുക്കുകയും കയ്യിലൊന്നുമില്ലാതെ ആ ഭൂമിയിൽ പോയി വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അത് സ്വന്തമാകുന്ന വിധത്തിൽ അമ്മ തീരുമാനമാക്കുകയും ചെയ്യുന്നു. വിഷയം എന്തുമാവട്ടെ, എത്ര ഗൗരവമുള്ളതാവട്ടെ, എത്ര നടക്കില്ലെന്ന് നാം സ്വയം കരുതുന്നതാവട്ടെ, അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവിക തീരുമാനത്തിന് വേണ്ടി എളിമപ്പെടുവാൻ തയ്യാറായാൽ, വിശുദ്ധിയോടുകൂടി ഉടമ്പടി വിശ്വസ്തതയിൽ ജീവിക്കുവാൻ തയ്യാറായാൽ അനുഗ്രഹം കൂടെയെത്തും. അവൻ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. ഈ കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മ മാതാവിനും തിരുക്കുമാരനും ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. കരങ്ങളടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.